കൈരളി തിയേറ്ററിന് സമീപം എന്നും മിസ്റ്റർ തൃശൂർ കപ്പലണ്ടി വറക്കും തികഞ്ഞ മസിലോടെ. അതിനടുത്തായി മസിൽമാന്റെ ഫ്ലെക്സും കാണാം. മിസ്റ്റർ തൃശൂരായി തിരഞ്ഞെടുത്ത ധനേഷിന്റെ കഥ ഈ വേനൽ ചൂടിനേക്കാൾ ഉരുകുന്നതാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോൾ തന്റെ പാഷനായ ബോഡി ബിൽഡിംഗ് ഒരു ഭാഗത്തും മറുഭാഗത്ത് തന്റെ കുടുംബവുമാണ്. എൻ്റെ പേര് ദിനേഷ്. ജോലി കപ്പലണ്ടിക്കറാണ്. ഞാൻ അവിടെ 15 വയസ്സ് തൊട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബോഡി ബിൽഡറാണ്. USA ടൈറ്റിൽ വിന്നറാണ്. മോഡൽ ഫിസിക്കിൽ കോമ്പറ്റീഷൻ ചെയ്യുന്നുണ്ട്. ടൈറ്റിൽ വിന്നറാണ്. എൻ്റെ ഒരു പാഷനാണ് ബോഡി ബിൽഡിംഗ്. പാഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ 10 വർഷത്തിന് മേലെയുണ്ട് ബോഡി ബിൽഡിംഗ് ഫീൽഡിൽ. അപ്പോൾ അത് കൂടുതൽ തന്നെ മോഡലിംഗും ചെയ്യുന്നുണ്ട്. മോഡൽ ഫിസിക്കാണ്. അപ്പോൾ അതിൽ ടൈറ്റിൽ വിന്നറാണ് ഈ വർഷത്തെ. ഇനി മുമ്പോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിലേക്കുള്ള ചെലവുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെ മീറ്റ് ചെയ്തു പോകും? ചെലവുകൾ ഈ വർഷം കോമിറ്റ് ചെയ്ത് തന്നെ പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് വാങ്ങിയാണ് ചെയ്തത്. നല്ല രീതിയിൽ വരുമാനം കൊണ്ട് മാത്രം നടക്കുന്നതല്ല. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും പൈസ ചെലവുള്ള ഫീൽഡാണ്. എൻ്റെ പാഷൻ എനിക്ക് ഉള്ള കാരണമാണ്. ഒരു കര പറ്റാൻ പാടുപെടുന്ന കപ്പലണ്ടി കച്ചവടക്കാരനായ ധനേഷ് കടം വാങ്ങിയും പലിശക്കെടുത്തുമാണ് ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിനുള്ള കാശ് കണ്ടെത്തുന്നത്. തന്നെ സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ താൻ രക്ഷപ്പെടുമെന്ന് ധനേഷിന്റെ ദൃഢതയേറിയ വാക്കുകൾ ആരുടെ മനസ്സിനെയും വേദനിപ്പിക്കും. ധനേഷിന് ഈ ഫീൽഡിൽ തുടരണമെന്നും മിസ്റ്റർ കേരള പട്ടത്തിനായി മത്സരിക്കണമെന്നും ആഗ്രഹമുണ്ട്. കപ്പലണ്ടി കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ഇപ്പോൾ കുടുംബത്തെ പോറ്റുന്നത്.